ഇപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നോക്കുകയാണ് നമ്മൾ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ പാർട്ണർഷിപ്പ് അക്കൗണ്ട് സെക്കൻഡ് ചാപ്റ്റർ ഡിസൊല്യൂഷനാണ്. ഡിസൊല്യൂഷൻ അറിയാലോ, ഡിസ്കണ്ടിന്യൂയിങ്, നിർത്തിക്കൊണ്ട് പോവാം. പല കാരണങ്ങൾ കൊണ്ട് നിർത്തിക്കൊണ്ട് പോകാം. അത് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ തിയറിക്ക്. എന്തൊക്കെ കാരണങ്ങളുണ്ടായിരിക്കാം ഒരു പാർട്ണർഷിപ്പ് നിർത്തിക്കൊണ്ട് പോകുന്നത്? ഒന്ന്, അതിൽ ആരെങ്കിലും ഡെത്ത് കാരണം നമുക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആരെങ്കിലും റിട്ടയർമെൻറ്റ് കാരണം ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പർപ്പസ് ഓഫ് ദ ബിസിനസ് അവസാനിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ലോ നിർത്താൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാകും. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും ഒരു പാർട്ണർഷിപ്പ് ഡിസ്കണ്ടിന്യൂ അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ ചെയ്യാം. എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നോക്കി വെച്ചേക്കാം. റിയലൈസേഷൻ അക്കൗണ്ട്. അപ്പോൾ റിയലൈസേഷൻ നടക്കുമ്പോൾ നമ്മൾ ഡിസൊല്യൂഷൻ നടക്കുമ്പോൾ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് ഉണ്ടാക്കും. റിയലൈസേഷൻ അക്കൗണ്ടിൽ എന്താ ചെയ്യുന്നത്? ഒറ്റ വാക്കി പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ എല്ലാ അസറ്റുകളും വിറ്റ്. ഓക്കെ, 3 കാര്യങ്ങൾ മെയിനായിട്ട് നടക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കണേ. അസറ്റുകളെല്ലാം നമ്മൾ വിറ്റ്, കടങ്ങളെല്ലാം നമ്മൾ സെറ്റിൽ ചെയ്ത്, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും? പ്രോഫിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഓണേഴ്സിനിടയിൽ ഷെയർ ചെയ്ത് കൊടുക്കും. അവിടെ പല കളികളും നടക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് കൃത്യതയോടെ ആലോചിക്കുക. ബേസിക് നിങ്ങൾ എപ്പോഴും ബേസിക് അറിയാമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ബേസിക്കിൽ അറിയാമെന്ന് ഉറപ്പാക്കുക. ബാക്കി നമുക്ക് സാഹചര്യം പോലെ ഇരിക്കും. മിക്കവാറും കോംപ്ലിക്കേറ്റഡ് ചോദിക്കാറില്ല. FAGP അവരുടെ അപ്രോച്ച് എന്താണെന്ന് നിങ്ങളിലൂടെ വേണം നമുക്കറിയാം. നിങ്ങൾ നമ്മുടെ പരീക്ഷണ വസ്തുവാണ്. ഓക്കെ, അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദിക്കാറില്ല. കാര്യം ടൈമിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഒരു കാൽക്കുലേഷൻ ഉള്ളത്, അത് കൈവിട്ടു പോകും. പ്രതീക്ഷിക്കാം, നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് എപ്പോഴും ബേസിക്സ് അറിയാമെന്ന് 100% ഉറപ്പാക്കുക. ബാക്കിയൊക്കെ നിങ്ങളുടെ പ്രാക്ടീസ് പോലെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അറിവ് നേടേണ്ടത് ബേസിക്സിനെ കുറിച്ചാണ്. അത് നമ്മളെപ്പോഴും വീഡിയോസ് ഇടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത വരുന്നൊരു കേസാണ് ഇൻസോൾവൻസി ഓഫ് പാർട്ട്ണർ. ഓക്കെ, ഇൻസോൾവൻസി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമല്ലോ. ഒരു പാർട്ട്ണറിന് കടം വീട്ടാനുള്ള കഴിവില്ലാതാവുക, അത് നിയമപരമായി തെളിയിക്കപ്പെടുക. അയാളുടെ കയ്യിലുള്ള അസറ്റ്സിനേക്കാൾ വളരെ കൂടുതലാണ് അയാളുടെ കടങ്ങളെന്നും അതുകൊണ്ട് ഇയാളുടെ കടങ്ങൾ എല്ലാം ഇയാൾ അടച്ചേ പറ്റൂ എന്ന് വാശി പിടിക്കുന്നതിൽ അർത്ഥമില്ലെന്നും കോടതി രേഖാമൂലം അറിയിക്കുന്ന ഒരവസ്ഥയാണ് ഇൻസോൾവൻസി ഓഫ് പാർട്ണർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പാർട്ണർഷിപ്പിൽ ഒരു പാർട്ണർ അങ്ങനെ ഇൻസോൾവൻ്റ് ആയി പോകുമ്പോൾ പിന്നീടുള്ള ട്രീറ്റ്മെൻറ്റിൽ പ്രത്യേകത എന്തൊക്കെയാണ് നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുള്ളതാണ്. നോക്കാം. ഓക്കെ, നമ്മളെ വീഡിയോ ഉണ്ടെന്ന് നോക്കാം. അതിൽ ഏറ്റവും മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത് അയാളുടെ ലോസ്, ആ ഇൻസോൾവൻ്റ് ആയിപ്പോയി അയാൾ സഹിക്കേണ്ടിയിരുന്ന ലോസ് ബാക്കിയുള്ളവർ വീതിച്ചെടുക്കുക എന്നുള്ളതാണ്. ഒന്ന് നോക്കാം, അംശം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഡിസിഷൻ ഇൻ ഗാർണർ വാസസ് മുറേ റൂൾ. ഗാർണർ വാസസ് മുറേ റൂൾ പറയുന്നത് എന്താ? 3 പേര് ചെയ്തിട്ട് A, B and C എന്നിട്ടൊരു തുടങ്ങി, പാർട്ണർഷിപ്പ് തുടങ്ങി. അതിൽ C ഇൻസോൾവൻ്റ് ആയിപ്പോയി അയാളുടെ ലോസ് ഇപ്പോൾ Aയും Bയും കൂടെ സഹിക്കണം. ഏത് റേഷ്യോയിൽ സഹിക്കും എന്നുള്ളതാണ്. ഗാർണർ വാസസ് മുറേ റൂൾ അപ്ലൈ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണോ ഇവരുടെ ക്യാപിറ്റൽ റേഷ്യോ അല്ലെ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോയിലല്ല ചെയ്യുന്നത്, ഇവരുടെ ക്യാപിറ്റലുകൾ തമ്മിലുള്ള റേഷ്യോ എന്താണോ ആ റേഷ്യോയിലായിരിക്കും ആ ലോസ് അവർ ഷെയർ ചെയ്യുന്നതെന്നാണ് ഗാർണർ വാസസ് മുറേ റൂൾ പറയുന്നത്. ഒരു കോടതിയിൽ വന്നൊരു കേസും അതിലൊന്നിൽ വന്നൊരു വിധിയുമാണ്. ഓക്കെ, അതാണ് അപ്പോൾ ബേസിക് ഐഡിയ അതാണ്. ഹൗ ദേ വിൽ ഷെയർ ദ ലോസ്. ഇൻഷുറൻസ് പാർട്ണർഷിപ്പ് വരുമ്പോൾ പ്രശ്നം നമ്മൾ പറഞ്ഞു. ആ പ്രശ്നത്തിൽ എങ്ങനെയാണ് ഇവർ പിന്നെ ലോസ് ഷെയർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഗാർണർ വാസസ് മുറേ റൂൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് പിന്നെ അവർ എങ്ങനെയായിരിക്കും അവർ ഷെയർ ചെയ്യുന്നത്? അവർ ഷെയർ ചെയ്യുന്നത് അവരുടെ ക്യാപിറ്റൽ റേഷ്യോയിലായിരിക്കും. പിന്നെ പറയുന്നത് പീസ്മീൽ ഡിസ്ട്രിബ്യൂഷനാണ്. പീസ്മീൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കണക്ക് ചോദിക്കുമോ ചോദിച്ചാൽ പൊതുവേ അധികം ചോദിക്കാറില്ല. വേറൊന്നും കൊണ്ടല്ല, അത് കുറച്ച് ടൈം എടുത്ത് മനസ്സിലാക്കി ചെയ്യേണ്ട സാധനമാണ് ഈ പീസ്മീൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. വേറൊന്നുമല്ല, അസറ്റുകൾ റിയലൈസ് ചെയ്യുന്ന മുറയ്ക്ക് നമ്മളിവിടെ ഇവിടെ റിയലൈസേഷൻ അക്കൗണ്ട് വയ്ക്കുമ്പോൾ അസറ്റുകളെല്ലാം റിയലൈസ് ചെയ്തു, കടങ്ങളെല്ലാം വീട്ടി, ബാക്കി ഇത്ര വന്നു അവർക്കൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞെങ്കിൽ നിർത്തും. അങ്ങനെയല്ല ഇവർ പറയുന്നത്. ഈ അസറ്റുകൾ വിൽക്കുന്ന മുറയ്ക്ക് കൊടുത്തു തീർക്കുന്ന ഒരു സംവിധാനമാണ് പീസ്മീൽ ഡിസ്ട്രിബ്യൂഷൻ. അതായത് നമുക്ക് ഇത്രയും അസറ്റ് നമ്മുടെ കയ്യിലുണ്ട്, ഇത്രയും കടം നമ്മുടെ കയ്യിലുണ്ട്, അസറ്റുകൾ വിൽക്കുന്നു, കടങ്ങൾ തീർക്കുന്നു, അസറ്റ് വിൽക്കുന്നു, കടം തീർക്കുന്നു, അങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകുന്ന പരിപാടിയാണ് പീസ്മീൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ 2 ടെക്നിക്കുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 2 ടെക്നിക്ക് ഉണ്ടല്ലോ. ഒന്നേ പറഞ്ഞിട്ടുള്ളൂ പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ മെത്തേഡാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആ മെത്തേഡിലൂടെ നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ പോലെ അസറ്റുകൾ വിറ്റ് നമ്മളെ കടങ്ങളെല്ലാം വീട്ടി ബാക്കിയുള്ളതിനെ നമ്മുടെ ഓണേഴ്സിനെ വീതിച്ച് പോകുമ്പോൾ ആർക്കും അവരുടെ പ്രൊപ്പോർഷനേക്കാൾ, അവരുടെ ക്യാപിറ്റൽ പ്രൊപ്പോർഷനേക്കാൾ കൂടുതൽ കിട്ടുന്നില്ല എന്ന് ഉറപ്പാക്കുക. എല്ലാവർക്കും ആ ക്യാപിറ്റലിൻ്റെ റേഷ്യോ ഉണ്ടല്ലോ, അതിൽ തന്നെ ഇങ്ങനെ കൊടുത്തു പോകുന്നൊരു സിസ്റ്റമാണ് പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് തിയറിറ്റിക്കൽ അറിഞ്ഞിരിക്കാമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, പിന്നെ പറയുന്ന ഡെത്ത് ഓഫ് എ പാർട്ണർ. ഡെത്ത് ഓഫ് എ പാർട്ണർ നമ്മൾ പറഞ്ഞു വളരെ സിമ്പിളാണ്. ഒരൊറ്റ പ്രത്യേകതയുള്ളൂ, എക്സിക്യൂട്ടേഴ്സ് ലോൺ അക്കൗണ്ട് വരും. അതായത് മരിച്ചുപോയ നമ്മൾ പാർട്ണർഷിപ്പ് വീണ്ടും ABC തന്നെ ചിന്തിക്കുക. Aയും Bയും Cയും കൂടെ പാർട്ണർഷിപ്പ് നടത്തുന്നു. C എന്ത് ചെയ്യുന്നു? മരിച്ചു പോകുന്നുവെങ്കിൽ
പിന്നെ സിക്ക് കിട്ടാനുള്ളതൊക്കെ ആരായിരിക്കും വാങ്ങുന്നത്? സിക്ക് വേണ്ടി വരുന്ന എക്സിക്യൂട്ടർ ആയിരിക്കും. അപ്പോൾ അങ്ങനൊരു അക്കൗണ്ടും കൂടെ നമ്മുടെ ബുക്കിൽ വരും. നമ്മളെന്താണ് സിക്ക് അർഹതപ്പെട്ട സാധനങ്ങളെല്ലാം എന്തൊക്കെ പേയ്മെൻറ്റ് പുള്ളിക്ക് കിട്ടാനുണ്ടോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? സിക്ക് വേണ്ടി റെപ്രസെൻ്റ് ചെയ്യുന്ന സിയുടെ ലീഗൽ പേഴ്സണായ സി എക്സിക്യൂട്ടറിൽ കൊടുക്കും. അയാൾക്ക് വേണ്ടി ഒരു അക്കൗണ്ട് തുടങ്ങി ഇയാൾക്ക് സിക്ക് കിട്ടേണ്ടതെല്ലാം സി എക്സിക്യൂട്ടർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തായിരിക്കും നമ്മളത് ക്ലോസ് ചെയ്യുന്നത്. നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒന്ന് നോക്കാമെന്നുള്ളതാണ്. ഓക്കെ. പിന്നെ ഫൈനൽ പറയുന്ന കാര്യത്തിന് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് പറയുന്നതിൽ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് വിട്ടേക്കാം. പക്ഷേ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ് ഇൻ്റർപ്രറ്റിംഗ് ദ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ണർഷിപ്പ്. ശരിക്കും FIUGPയുടെ ആ ഒരു ഒബ്ജക്റ്റീവിലേക്ക് സാധനം വന്ന് നിൽക്കുന്നത് ഇവിടെ എത്തുമ്പോഴാണ് കേട്ടോ. ഒബ്ജക്റ്റീവിലേക്ക് നമ്മൾ എത്തുമെന്ന് പറയാൻ കാരണം വെറുതെ കാലങ്ങളായിട്ട് നമ്മളിത് പഠിക്കുക, പലർക്കും എന്താണ് കഥയെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അത് വലിയൊരു കുഴപ്പമാണ്. അപ്പോൾ ഇൻ്റർപ്രറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കഥ മനസ്സിലായാലേ നമുക്ക് പറ്റത്തുള്ളൂ. അല്ലാതെ വെറുതെ ഒരു ഊഹം വെച്ചിട്ട് അല്ലെങ്കിൽ വെറുതെ ഒരു കണക്ക് ചെയ്ത് കാണാൻ പഠിച്ച് പോയി ചെയ്യുന്നവൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ കഥ മനസ്സിലാവത്തില്ല, ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങളിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് എന്ത് ചെയ്യാൻ പറയാം? ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറഞ്ഞേക്കാം. ഒരു ഉദാഹരണം ഞാൻ പറയാം. അതായത് ഇപ്പോൾ ചോദ്യം തന്നത് സാധാരണ നമ്മൾ ചെയ്യുന്നൊരു റിയലൈസേഷൻ അക്കൗണ്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാനോ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. എന്നിട്ട് അവർ ചോദിക്കുകയാണ്, ഓക്കെ, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് നിങ്ങൾ വരച്ചു, എല്ലാവർക്കും കൊടുക്കാതെ കൊടുത്തിട്ട് ചോദിക്കുകയാണ്, ഇവിടെ ചില പാർട്ട്നേഴ്സിന് എന്ത് കിട്ടുന്നുണ്ട്? സാലറി. അതായത് ഇർറെസ്പെക്റ്റീവ് ഓഫ് ദ പ്രോഫിറ്റ്. സാലറിയുടെ പ്രത്യേകത എന്താ? ബിസിനസ്സിന് പ്രോഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നതിന് മുമ്പ് ആ പാർട്ണർ സാലറി എൻടൈറ്റിൽ ചെയ്തിട്ടുള്ള പാർട്ണറിന് എന്ത് കിട്ടും? സാലറി കിട്ടും അല്ലേ? എന്നാൽ വേറെ ചിലരെന്ത് അങ്ങനെ ഒരു ഫിക്സഡ് ഇൻകവും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാതെ പ്രോഫിറ്റ് മാത്രം ആശ്രയിച്ചിരിക്കുന്നവരുണ്ട്. നിങ്ങൾ ഇപ്പോൾ ചെയ്തൊരു ക്വസ്റ്റ്യൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പിന്നെ സാലറി വാങ്ങുന്നത് ആണോ നല്ലത്, അല്ലെങ്കിൽ ഫിക്സഡ് ഇൻകം മാത്രം ആശ്രയിച്ച് പോകുന്നതാണോ നല്ലത്? ഞാൻ വെറുതെ പെട്ടെന്ന് മനസ്സിൽ വന്നൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്, എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ കാര്യം? ഞാൻ മുമ്പ് ചെയ്തൊരു ക്വസ്റ്റ്യൻ്റെ അകത്ത് അതിലൊരു കളി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏത് ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് ഞാൻ ഇതിൻ്റെ കൂടെ ലിങ്ക് ഇട്ടേക്കാം, ഫ്ലാഷ് കാർഡ് കൊടുത്തേക്കാൻ പേടിക്കേണ്ട. ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. വളരെ വലിയൊരു ക്യാപിറ്റൽ ഇട്ടിട്ട് വളരെ ചെറിയൊരു പ്രോഫിറ്റ് പെർസെൻറ്റേജ് വാങ്ങിച്ച ഒരാളുണ്ട് ആ ക്വസ്റ്റ്യൻ്റെ അകത്ത്. പുള്ളിക്ക് എന്തും കൂടെ ഉണ്ട്, സാലറിയും കൂടെ ഉള്ളതുകൊണ്ട് അത് എൻഡ് നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ ഗെയിൻ കിട്ടിയത് ആ മനുഷ്യനാണ്. അപ്പോൾ എപ്പോഴും അങ്ങനെ ഒരു പെർമനൻ്റ് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ഇൻകം വാങ്ങുന്നത് നല്ലതായിരിക്കാം എന്നുള്ളൊരു സാധനം അതിൻ്റെ അകത്തുണ്ട്. ഇതുപോലെ നിങ്ങളുടെ മുമ്പിൽ വരുന്ന സിറ്റുവേഷൻ എന്ത് ചെയ്യാൻ പറ്റണം? ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റണം. പാർട്ണർഷിപ്പ് ബിസിനസ് നടത്തുന്ന ഒരാളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന അക്കൗണ്ടൻ്റാണ് നിങ്ങൾ എന്നൊരു രീതിയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? സംസാരിക്കാൻ പറ്റണം. നമുക്കറിയില്ല അതെന്താ വരുന്നത്. ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾ ഫസ്റ്റ് ആയിട്ടാണ് ഒരാൾ ഇത് ഫേസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ പരീക്ഷണ വസ്തുവാണ്. എന്തായിരിക്കും അവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ടും ധൈര്യമായിട്ട് പോവാം. എപ്പോഴും ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഒരു ഡെപ്തിൽ ഉള്ള സാധനങ്ങൾ പ്രതീക്ഷിക്കാം. വീഡിയോണം. ഓക്കെ, വീണ്ടും പറയുന്നു, എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കുക. വി വിൽ എക്സ്പ്ലെയിൻ. ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ആയിട്ടിരുന്നാൽ മതി. ഓക്കെ, താങ്ക് യു ഓൾ.